ഒരു വീട് പണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റൂഫ് സ്ലാബ് കോൺക്രീറ്റ്, അല്ലെങ്കിൽ നമ്മൾ വാർക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺക്രീറ്റ്. ഏതൊരു വീടായാലും ഇത്തരത്തിൽ ഒരു റൂഫ് സ്ലാബ് കോൺക്രീറ്റ് കഴിയുമ്പോൾ ആ ഉടമസ്ഥന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ്. എന്തോ ഒരു വലിയ ഭാരം നമ്മുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയതായിട്ടുള്ള ഒരു ഫീലാണ് പലപ്പോഴും ഉണ്ടാവുക. ഇത്രയേറെ പ്രാധാന്യം അറിയിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു റൂഫ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു എഞ്ചിനീയറെയോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെയോ കോൺട്രാക്റ്റിനെയൊക്കെ നമ്മൾ ഈ ഒരു വർക്ക് ഏൽപ്പിച്ചാൽ കൂടിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു 15 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സുനീർ. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ വ്ലോഗ്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 100% ഉപകാരപ്പെടുന്ന ഇത്തരം അറിവുകളാണ് സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളത്. ഏതെങ്കിലും നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോഴും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തുകയും അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഒന്നാമത്തെ ടിപ്സ്, നമ്മുടെ കോൺക്രീറ്റിന് മുന്നോടിയായി ബ്രിക്ക് വർക്ക് ഏകദേശം 3 മീറ്റർ പൂർത്തിയായാൽ നമ്മുടെ എല്ലാ ഓളുകളുടെ ടോപ്പും കൃത്യമായ വാട്ടർ ലെവലിലാണ് എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, താഴെ നിലയുടെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് ആണ് നടക്കുന്നതെങ്കിൽ 1-ാം നിലയിൽ ടോയ്ലറ്റ് വരുന്ന എല്ലാ ഏരിയകളും ഒരു 15 സെൻറ്റിമീറ്റർ താഴ്ചയിൽ വേണം ഷട്ടറിങ് ചെയ്തിട്ട് കോൺക്രീറ്റ് ചെയ്യാനായിട്ടുള്ളത്. മൂന്നാമതായി, നമ്മുടെ ഷട്ടറിങ് പൂർത്തിയായതിനു ശേഷം നമ്മുടെ ഷട്ടറിങ്ങിന് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ജാക്കി അല്ലെങ്കിൽ മുളമുട്ടുകൾ അല്ലെങ്കിൽ കാറ്റാടി പോലുള്ള ആ എല്ലാ മുട്ടുകളും പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നുവെന്ന്, അല്ലെങ്കിൽ ഒരു മുട്ട് പോലും ലൂസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഒരു ലിൻഡർ ലെവലൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫ്ലോർ ഏരിയ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്താൽ ഉറപ്പില്ലാത്ത മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത പ്രദേശങ്ങളിലാണെങ്കിൽ കോൺക്രീറ്റിൻ്റെ സമയങ്ങളിൽ മുട്ട് താഴ്ന്നു പോയിട്ട് ഒരു സെറ്റിൽമെൻറ്റ് നടക്കാനുള്ള സാധ്യത ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നാലാമതായിട്ട്, നമ്മുടെ ഷട്ടറിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന എല്ലാ ഗ്യാപ്പുകളും പരമാവധി ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം, പണ്ട് കാലങ്ങളിലൊക്കെ ചാണകവും വക്യോലും ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ഈ എല്ലാ ഗ്യാപ്പുകളും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു ബെറ്റർ കോൺക്രീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വാട്ടർ റേഷ്യോ കണ്ടന്റിനെ കൂടി ആശ്രയിച്ചിരിക്കും. ഇത്തരത്തിൽ വലിയ ഗ്യാപ്പുകൾ നമ്മുടെ ഷട്ടറിങ്ങിൽ ഉണ്ടാവുന്ന പക്ഷം ഇത്തരത്തിൽ കോൺക്രീറ്റ് നമ്മുടെ ഈ ഒരു ഷട്ടറിങ്ങിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ വെള്ളവും അല്ലെങ്കിൽ ഗ്രൗട്ടുമൊക്കെ ഇത്തരം ഹോളുകളിലൂടെ താഴേക്ക് പോയിട്ട് അത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തിനെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. അഞ്ചാമതായി, നമ്മുടെ മുകളിലത്തെ നിലയിൽ റൂമുകൾ ഇല്ലാത്ത പോർഷൻ അല്ലെങ്കിൽ ഓപ്പൺ ടെറസ്, ആ സ്ഥലങ്ങളിൽ നമ്മുടെ മഴവെള്ളം ഈസി ആയിട്ട് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഷട്ടറിങ്ങിൽ തന്നെ സ്ലോപ്പ് കൊടുത്തിട്ട് അത് കോൺക്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് നമ്മുടെ പരുക്കനിടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് വളരെ തിക്കോട് കൂടിയിട്ട് ഇത്തരത്തിൽ സിമൻറ്റും ചാന്തും ഒക്കെ മിക്സ് ചെയ്ത് അവിടെ പ്ലാസ്റ്റർ ചെയ്യേണ്ടത് വരും. അത് പെട്ടെന്ന് വിള്ളലുകൾ സംഭവിക്കും. അതുപോലെ തന്നെ ഭാവിയിൽ വളരെ വേഗത്തിൽ നമ്മുടെ റൂഫ് ലീക്ക് അല്ലെങ്കിൽ മഴവെള്ളമൊക്കെ വീണിട്ട് ചോർന്നൊലിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആറാമതായി, നമ്മുടെ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീലുകളുടെ കാര്യമാണ്. മനുഷ്യ ശരീരത്തിൽ നമ്മുടെ അസ്ഥികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഒരു കോൺക്രീറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റീൽ സ്ട്രക്ചറും വർക്ക് ചെയ്യുന്നത്. സ്റ്റീലുകൾ 2 തരത്തിലാണ് നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാകുന്നത്, പ്രൈമറി സ്റ്റീലും സെക്കൻഡറി സ്റ്റീലും. അതിനെക്കുറിച്ചിട്ടൊക്കെ നേരത്തെ നമ്മൾ വിശദമായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള സ്റ്റീലുകൾ എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റീലുകളാണ്. നമ്മുടെ സ്ട്രക്ചറിന് ആവശ്യമായ ഡിസ്റ്റൻസിലും കൃത്യമായ അളവിലും സ്റ്റീലുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ താഴെ നിലയിൽ ചുമരുകൾ ഇല്ലാതെ മുകൾ വശത്ത് റൂമുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് താഴെയായി കൃത്യമായ അളവിൽ സ്റ്റീൽ ഉപയോഗിച്ചിട്ട് ബീമുകൾ ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. ഇത് നമ്മുടെ മുകളിലത്തെ ഡ്രോയിങ് ഉപയോഗിച്ചിട്ട് കൃത്യമായ അളവിലാണെന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഏഴാമതായി, കവർ ബ്ലോക്കുകൾ. ഈ കവർ ബ്ലോക്കുകൾ നമ്മുടെ കോൺക്രീറ്റ് ദീർഘകാലം ഈട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പരമാവധി സഹായിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം കവർ ബ്ലോക്കുകളിൽ 20 mm-ൻ്റെയും 15 mm-ൻ്റെയും 2 കട്ടിങ്ങുകൾ ഉണ്ടാവും. മാക്സിമം 20 mm-ൻ്റെ കട്ടിങ്ങുകളിൽ ഇത്തരം സ്റ്റീൽ ഫിക്സ് ചെയ്ത് അതുപോലെ തന്നെ ടോപ്പിലും ഈ ഒരു ലെവലിൽ തന്നെ കവർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
ഇത്തരത്തിൽ കവർ ചെയ്യുന്നത് കൊണ്ട് പിന്നീട് ഈ സ്റ്റീലുകൾ പെട്ടെന്ന് തുരുമ്പിക്കുന്നതും അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ നമ്മുടെ കോൺക്രീറ്റിന് കേടുപാടുകൾ സംഭവിക്കുന്നതിൽ നിന്നും ഒരു പരിധിവരെ നമ്മളെ സംരക്ഷിക്കാറുണ്ട്. എട്ടാമതായി ഇലക്ട്രിക്കൽ വർക്ക്. നമ്മുടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ് പ്രകാരം നമ്മുടെ റൂഫിൽ എല്ലാ പോയിന്റുകൾ ഇടുന്നുണ്ടെന്നും അതാത് റൂമുകളിൽ ശരിയായ സ്ഥലത്ത് ഫാൻ ഹൂക്കുകളും അതുപോലെ തന്നെ ലിൻഡൽ ഹൂക്കുകളും സ്ഥാപിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഒരിക്കലും ഇലക്ട്രിക്കൽ പൈപ്പുകൾ ഓവർലാപ്പ് ചെയ്യാതിരിക്കുക. അതായത് ഒരു പൈപ്പിൻ്റെ മുകളിലൂടെ മറ്റൊരു പൈപ്പ് കടത്തിവിടാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി ചെക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് പ്രവേശിക്കുന്നത് കോൺക്രീറ്റിലേക്കാണ്. ഒരു കോൺക്രീറ്റിന് ആവശ്യമായ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 4 എണ്ണമാണ്. 1 സിമൻറ്റ്, 2 എംസാൻഡ്, 3 അഗ്രിഗേറ്റ് അഥവാ മെറ്റിൽ, 4 വെള്ളം. ഇനി ഇതിലെ സിമൻ്റ് എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് കോൺക്രീറ്റിങ്ങിന് വേണ്ടി മാത്രമായിട്ട് മാർക്കറ്റിൽ ധാരാളം കമ്പനികൾ സിമൻറ്റ് ഡിസൈൻ ചെയ്ത് ഇറക്കുന്നുണ്ട്. ഇത്തരത്തിൽ സിമൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ ഡേറ്റാണ്, മാനുഫാക്ചറിങ് ഡേറ്റ്. അധികം പഴക്കമില്ലാത്ത ഇത്തരം സിമൻറ്റുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുക. ഒരു സിമൻറ്റിൻ്റെ ക്വാളിറ്റി സൈറ്റിൽ വെച്ച് തന്നെ എങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊക്കെയുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ദിവസം മുന്നേ സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് ഈ മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് അവിടെ നിന്നും ലഭിക്കും. ഇനി മറ്റൊന്ന് കോൺക്രീറ്റിൻ്റെ പ്രധാന കണ്ടൻ്റായ എംസാൻഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇന്ന് എംസാൻഡ് 2 രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. എയർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തതും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തതും. ഇതിൽ മികച്ച ക്വാളിറ്റിയുള്ള എംസാൻഡ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മെറ്റൽ തിരഞ്ഞെടുക്കുമ്പോൾ 20-നും 25 mm ഇടയിൽ സൈസുള്ള മെറ്റലുകൾ ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്താൽ പരമാവധി നല്ലൊരു കോൺക്രീറ്റ് റിസൾട്ട് തന്നെ നമുക്ക് ലഭ്യമാകും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ്, നമ്മുടെ ഒരു ബാഗ് സിമൻറ്റിന് ഏകദേശം 25 ലിറ്റർ വെള്ളമാണ് മിക്സർ മെഷീനിൽ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ വെള്ളം ഉപയോഗിക്കുമ്പോൾ പരമാവധി നല്ല ശുദ്ധമായ ജലം ഉപയോഗിച്ചിട്ട് തന്നെ ഇത്തരം കോൺക്രീറ്റുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പല ആളുകളും കെട്ടിക്കിടക്കുന്ന തോട്ടിലെ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഇത്തരത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇത്തരത്തിൽ പായലിൻ്റെ അംശമൊക്കെ ആ വെള്ളത്തിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തിനെ സാരമായി ബാധിക്കും. ഇനി 10ാമതായിട്ട് കോൺക്രീറ്റ് മിക്സ് ആണ്. നമ്മൾ സാധാരണ ഇത്തരം റൂഫ് സ്ലാബുകൾക്ക് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സ് എന്ന് പറയുന്നത് M20 ഗ്രേഡ് മിക്സ് ആണ്. അതായത് 1:1.5:3 എന്ന അനുപാതത്തിലാണ് ഇത്തരത്തിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. 11ാമതായിട്ട് വൈബ്രേറ്റർ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക. നമ്മുടെ സ്ലാബിലേക്ക് നമ്മൾ കോൺക്രീറ്റ് നിക്ഷേപിച്ചതിന് ശേഷം പ്രോപ്പറായിട്ട് വൈബ്രേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനകത്തുള്ള കുമിളകളൊക്കെ പുറത്തേക്ക് പോയിട്ട് ഒരു ബെറ്റർ കോൺക്രീറ്റ് നമുക്ക് ലഭിക്കും. ഇത്തരത്തിൽ ബബിൾസ് ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് അതിലേക്ക് സ്പ്രെഡ് ആവാത്ത സമയത്താണ് നമ്മൾ ഷട്ടർ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഹണി കോംബ് പോലുള്ള സംഭവങ്ങൾ കണ്ടുവരുന്നത്. ഇനി മറ്റൊന്ന്, നമ്മൾ അധികമായിട്ട് വൈബ്രേറ്റർ ഉപയോഗിച്ചാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുകയും ചെയ്യും. ഇനി 12ാമതായിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, നമ്മുടെ ലേബേഴ്സ് കോൺക്രീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റീലിൻ്റെ മുകളിലൂടെയൊക്കെ നടന്നിട്ട് നമ്മുടെ ഇലക്ട്രിക് പൈപ്പുകൾ ബെൻഡ് ആവുകയും അല്ലെങ്കിൽ ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ഇത്തരം പൈപ്പുകൾ വിട്ട് പോവുകയും ചെയ്യാറുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇതൊന്ന് റീഫിറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. ഇനി 13ാമതായി ഏതൊരു കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ആ ഷട്ടറിങ് ഏരിയ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. സാധാരണഗതിയിൽ തടിയൊക്കെ ഉപയോഗിച്ചിട്ട് ഷട്ടർ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ ഡ്രൈ ആയിരിക്കുന്ന പലകകൾ നമ്മുടെ കോൺക്രീറ്റിനുള്ളിലെ വെള്ളം ധാരാളമായിട്ട് വലിച്ചെടുക്കുകയും അത് കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയെ സാരമായി ബാധിക്കുകയും ചെയ്യും. 14ാമതായി നമ്മുടെ കോൺക്രീറ്റ് സ്ലാബിൻ്റെ തിക്നെസ്. സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞത് 10 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ റൂഫ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്ററിൻ്റെ തടിക്കട്ടകൾ ഉപയോഗിച്ചിട്ട് പല സ്ഥലങ്ങളിൽ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്യാം. ഇനി 15ാമതായി നമ്മുടെ കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ഷട്ടറിങ്ങിൽ എവിടെയെങ്കിലും സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ജാക്കിയോ മുട്ടോ എവിടെയെങ്കിലും താന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേബറിനെ, അതായത് കോൺക്രീറ്റ് നടക്കുന്ന റൂമുകളുടെ താഴെ ചെക്ക് ചെയ്യാനായിട്ട് നിർത്തേണ്ടതുണ്ട്. ഈ ഒരു 15 കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ മികച്ചൊരു റൂഫ് സ്ലാബ് കോൺക്രീറ്റ് ലഭിക്കും. ഇനി കോൺക്രീറ്റ് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ക്യൂറിങ് അഥവാ വെള്ളം നന എന്ന് പറയുന്നത്. കോൺക്രീറ്റ് കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ
ഇതിൻ്റെ മുകളിലേക്ക് ചെറിയ കോളങ്ങളായിട്ട് ബണ്ട് നിർമ്മിക്കുകയും അതിലേക്ക് കുറഞ്ഞത് 10 മുതൽ 14 ദിവസം വരെ പ്രോപ്പറായിട്ട് വെള്ളം കെട്ടി നിർത്തുകയും വേണം. ഇനി സ്ലോപ്പ്ഡ് റൂഫ്, കർവ്ഡ് റൂഫൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിർത്താൻ നന്നേ ബുദ്ധിമുട്ടാണ്. അത്തരം സ്ഥലങ്ങളിൽ ചണത്തിൻ്റെ ചാക്ക് പ്രോപ്പറായിട്ട് വിരിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ക്യൂറിങ് ചെയ്യാം. ഇനി നമ്മുടെ ധാരാളം സുഹൃത്തുക്കളുടെ ഒരു സംശയമാണ്, ഇത്തരത്തിൽ കോൺക്രീറ്റ് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലാണ് ഈ ഒരു ഷട്ടറിങ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ തട്ടിളക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മുടെ റൂമിൻ്റെ സൈസ് മാക്സിമം 4.5 മീറ്ററിൽ കുറവാണെങ്കിൽ ഏകദേശം 10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഷട്ടർ റിമൂവ് ചെയ്യാം. ഇനി 4.5 മീറ്ററിന് മുകളിലേക്കാണ് സ്പാനെങ്കിൽ കുറഞ്ഞത് ഒരു 14 ദിവസം, 2 ആഴ്ചയെങ്കിലും ഇത്തരത്തിൽ ഷട്ടറിങ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പലകയൊക്കെ അല്ലെങ്കിൽ ബീമിൻ്റെ സൈഡ് പലകയൊക്കെ നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞ് 24 മണിക്കൂറിനകം തന്നെ റിമൂവ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഈ ഒരു വീഡിയോ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് നന്നായിട്ട് പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സുനീർ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 100% ഉപകാരപ്പെടുന്ന ഇത്തരം അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു മനോഹരമായ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.